ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് തക്കാളി കൃഷി ചെയ്യുമ്പോൾ തക്കാളിക്ക് വെയിലുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം സൂര്യപ്രകാശം കിട്ടുന്നുണ്ടെന്നും നമ്മൾ നോക്കാറില്ല. തക്കാളി നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ട് നടും. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക, തക്കാളിക്ക് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. എത്ര വെള്ളവും വളം ലഭിച്ചാലും തക്കാളി തണലത്താണുള്ളതെങ്കിൽ കായകൾ പൊതുവേ കുറവായിരിക്കും. അതുപോലെ തന്നെ തക്കാളിക്ക് നല്ലപോലെ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ വേനൽക്കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്നെങ്കിൽ ചെടിയുടെ അടിഭാഗത്ത് ഈർപ്പം നിലനിൽക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അപ്പം വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ചെടി ചീഞ്ഞു പോകും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എപ്പോഴും വളം കൊടുക്കേണ്ട കാര്യം, എപ്പോഴൊക്കെയാണ് വളം കൊടുക്കേണ്ടത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോൾ നമുക്ക് മണ്ണിളക്കി കൊടുക്കാം. ഒരു 50 ഗ്രാം ജൈവവളം നൽകാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ അല്പം NPK ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വെള്ളവും കൊടുക്കണം, നന്നായിട്ട് നനച്ചും കൊടുക്കണം. അപ്പോൾ മഴക്കാലങ്ങളിലാണ് നമുക്ക് ആ പ്രശ്നം വരില്ല. പൊതുവെ നമ്മൾ മഴക്കാലങ്ങളിൽ തക്കാളി കൃഷി ചെയ്യാറില്ല. മഴക്കാലങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളൊരു വടിയോ കമ്പ് എന്തെങ്കിലും വെച്ച് കെട്ടി കൊടുക്കണം. ഒരു PVC കഷ്ണം ഉണ്ട്, അത് വെച്ച് കെട്ടി കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ തക്കാളി ചെടി വളർന്നു വരുമ്പോൾ ഒടിഞ്ഞു വീഴാനും പിന്നീട് വിളവ് കുറയാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. രണ്ടും ഒടിഞ്ഞു വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ പൊതുവെ വിളവ് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക. പിന്നെ നമുക്ക് തക്കാളിയിൽ ഒരുപാട് കീടങ്ങൾ വരാറുണ്ട്. അപ്പോൾ കീടങ്ങളെ ചെറുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് വിളവ് കിട്ടും. അപ്പോൾ കീടങ്ങളെ ചെറുക്കേണ്ട കാര്യങ്ങൾ ഇനി പറയാം. അപ്പോൾ തക്കാളി ആക്രമിക്കുന്ന ഒരു മെയിൻ സാധനമാണ് തണ്ട് അല്ലെങ്കിൽ കായ്ത്തുരപ്പൻ പുഴു. അപ്പോൾ ഇത് ഒരു ശലഭപ്പുഴുവാണ്. നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന വെളുത്ത നിറത്തിൽ തവിട്ട് പുള്ളിയോട് കൂടിയുള്ള ചിറകുള്ള പൂമ്പാറ്റയുടെ ലാർവകളാണിത്. അപ്പോൾ ഇവ ചെടിയുടെ തണ്ടും കായൊക്കെ തിന്ന് നശിപ്പിക്കും. അപ്പോൾ ഇളം തണ്ടിലും കായലൊക്കെ പുഴു തുളച്ച് കയറുകയും ചെയ്യും. ഈ പുഴു കയറിയ ദൂരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ക്രമേണ കായ ചെറുപ്പത്തിലെ പഴുത്ത് കൊഴിഞ്ഞു വീകും. അതുപോലെ തണ്ട് വാടിപ്പോകും. അപ്പൊ തൈ പറിച്ച് നടുമ്പോൾ വേപ്പും പിണ്ണാക്ക് ചേർത്തും പിന്നെ കേട് വന്ന ഭാഗങ്ങൾ മുറിച്ച് മാറ്റിയും കീടാക്രമണം കാണുമ്പോൾ വേപ്പും കുരുസത്ത് തളിച്ചൊക്കെ ഇതിനെ നിയന്ത്രിക്കാം. വേപ്പും പിണ്ണാക്ക് ഒരു 30-45 ദിവസം ഇടവേളകളിൽ മേൽവിളായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം തണ്ടുറപ്പിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു പ്രശ്നമാണ് എപ്പിലാറ്റ്സ് വണ്ട്. എപ്പിലാറ്റ്സ് വണ്ടുകൾ നമ്മുടെ ഇലയിലെ ഹരിതകം കാർന്ന് തിന്നാണ് ചെയ്യുക. ഇങ്ങനെ ഇലകൾ ഉണങ്ങിക്കരിയും ചെടിയുടെ വളർച്ചയും കായ്പിടുത്തത്തേക്ക് അത് ബാധിക്കും. വണ്ടുകളെ ശേഖരിച്ച് നശിപ്പിക്കുക എന്നാണ് ഒരു പൊതുവായിട്ട് പറയുന്നൊരു മാർഗം. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വേപ്പൻ കുരു സത്ത്, പെരുവലം സത്ത് എന്നിവയൊക്കെ 10% വീര്യത്തിൽ തളിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് വണ്ടിനെ നിയന്ത്രിക്കാം. അടുത്തൊരു കീടമാണ് വെള്ളീച്ച. അപ്പൊ ചെടിയുടെ ഇലകളെയും തണ്ടിനെയും ഒക്കെ നീരൂറ്റി നശിപ്പിക്കുന്ന ഒരു കീടമാണ് വെള്ളീച്ച. വെട്ടിസിലിയൻ ലക്കാനി 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. 2% വീര്യത്തിൽ വെളുത്തുള്ളി അമൽഷം ഉപയോഗിക്കുക. ആവണക്കണ പുരട്ടിയ മഞ്ഞക്കണികൾ സ്ഥാപിക്കുക. എന്നിങ്ങനെയൊക്കെ ഉപയോഗിച്ച് നമുക്ക് വെള്ളീച്ചയെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. മറ്റൊരു കീടമാണ് ചിത്രകീടം. ഇത് ഇലകളിലും കായകളിലും തണ്ടിലൊക്കെ ചിത്രം വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ഹരിത കാർന്നു തിന്നുകയും ചെടിയെ മുരടിപ്പിക്കുകയൊക്കെ ചെയ്യും. വേപ്പെണ്ണ എമൽഷൻ, വെളുത്തുള്ളി മിശ്രിതം എന്നിവ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ തടയാം. അടുത്ത കാര്യം രോഗങ്ങളാണ്. തക്കാളിക്ക് ആദ്യം വരുന്ന രോഗമാണ് ബാക്ടീരിയൽ വാട്ടം. അപ്പൊ ഈ രോഗം ബാധിക്കുക എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരടളിക്ക് വളം ചേർത്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ചെടി വാടിപ്പോകും. അപ്പൊ വേരിളക്കുമ്പോൾ മണ്ണിലെ രോഗകാരിയായിട്ടുള്ള ബാക്ടീരിയ ഈ മുറിഞ്ഞ വേരിന്റെ ഭാഗത്തു കൂടെ അകത്തേക്ക് കയറി ചെടിയെ നശിപ്പിക്കുകയാണ് ചെയ്യുക. സ്യൂഡോമോണാസ് അല്ലെങ്കിൽ പീജാർമിക്സ് KK 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം 15 ദിവസത്തെ ഇടവേളകളിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ തൈകൾ പറിച്ച് നടുമ്പോഴും സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കി വെക്കാൻ ശ്രമിക്കുക. സ്യൂഡോമോണാസ് ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടി മുഴുവനായിട്ട് തളിച്ചു കൊടുക്കുക. പ്രതിരോധശേഷിയുള്ള തക്കാളി നിങ്ങൾ വെച്ചെടുപ്പിക്കുക എന്നാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്രതിവിധി. അപ്പൊ അതിന് പറ്റിയ ഇനങ്ങളാണ് ശക്തി, മുക്തി, അതുപോലെ അനഘ. ഈ ഇനങ്ങളൊക്കെ നമുക്ക് ബാക്ടീരിയൽ വാട്ടത്തെ തടുക്കാൻ ശേഷിയുള്ള ഇനങ്ങളാണ്. അപ്പോൾ പറ്റുമെങ്കിൽ അത്തരം വിത്തുകളൊക്കെ മേടിച്ചിട്ട് നടാൻ ശ്രമിക്കുക. പിന്നെ ഒരു രോഗമാണ് ചീയൽ രോഗം. അപ്പോൾ ചീയൽ രോഗം വന്നു കഴിഞ്ഞാൽ വേര് അല്ലെങ്കിൽ അടിഭാഗം മൊത്തമായിട്ട് ചീഞ്ഞു പോകുന്ന ഒരു ഫംഗസ് രോഗമാണ്. അപ്പോൾ ഇത് മണ്ണിൽ കൂടി പകരുന്നതാണ്. വേപ്പിണ്ണാക്ക് ഒരു സെന്റിന് 2 കിലോ എന്ന തോതിലൊക്കെ അടിവളമായിട്ട് ചേർത്ത് കൊടുക്കുക. തവാരണങ്ങൾ ഒരുക്കുമ്പോഴും അതുപോലെ ഗ്രോ ബാഗ് തയ്യാറാക്കുമ്പോഴൊക്കെ കുമ്മായം നന്നായിട്ട് വിതറി കൊടുക്കുക. അടിവളത്തിന്റെ കൂടെ നമ്മൾ ട്രൈക്കോഡർമ, അതുപോലെ പീജിആർമിക്സ്, KK ഇതൊക്കെ ഉപയോഗിച്ച് കൊടുക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നമുക്ക് തൈ ചീയൽ പ്രതിരോധിക്കാൻ സാധിക്കും. ശ്രദ്ധയും പരിപാലനമൊക്കെ നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൊടി നിറയെ തക്കാളി നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പൊ അതുവരെ ബൈ.